എല്ലാവർക്കും സാദര നമസ്കാരം. ഗുഡ് ഈവനിങ് ടു ഓൾ മൈ ഡിയേഴ്സ് ആൻഡ് ഗുഡ് ഈവനിങ് എവറി വൺ. ഗുഡ് മോർണിംഗ് ടു മൈ യൂട്യൂബ് വ്യൂവേഴ്സ്. റൈറ്റ്, ഇനി കൂടുതൽ പറയേണ്ടി വരും. ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് മോർണിംഗ് എല്ലാം നമ്മുടെ ഫേസ്ബുക്ക് വ്യൂവേഴ്സിനും കൂടി ഇനി പറയേണ്ടി വരും. ഫേസ്ബുക്കും കൂടി നമ്മൾ ആക്റ്റീവ് ആവാൻ പോവുകയാണ്. ഓക്കെ, ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും സംതൃപ്തിയോടെയും സമാധാനത്തോടും കൂടി നമ്മൾ എങ്ങോട്ടുള്ള യാത്രയിലേക്കാണ്? സമൃദ്ധിയിലേക്കുള്ള യാത്ര നടത്തുകയാണ്, അല്ലേ? എല്ലാവർക്കും അത് നന്നായിട്ടറിയാം. എല്ലാവരും അബൻഡൻസുകൾ ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇതെങ്ങനെ എപ്പോഴെവിടെ വന്നു എന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ സംഭവിക്കുന്നുണ്ട് ലൈഫിൽ. അത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മാനിഫെസ്റ്റേഷൻ എന്താണ് എന്ന് ഒരിക്കൽ കൂടി പഠിക്കാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമുക്ക് ഇതേ മാസം വരാനിരിക്കുന്ന 2 മെഗാ ഈവൻറ്റുകളുണ്ട്. ഒന്ന് ദുബായ് പ്രോഗ്രാമും അതിൻ്റെ തൊട്ട് തന്നെ വരുന്ന കാലിക്കറ്റ് പ്രോഗ്രാമും. ഈ 2 പ്രോഗ്രാമിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ മാനിഫെസ്റ്റേഷൻ തന്നെ ആയതുകൊണ്ട് എനിക്ക് തോന്നി മാനിഫെസ്റ്റേഷൻ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കണം. അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ പരിമിതികളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ മാനിഫെസ്റ്റേഷൻ കൊണ്ട് എന്തെങ്കിലും ഗുണകരമാക്കി നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. എന്തേ എനിക്ക് ഒന്നും സംഭവിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കാണാത്തിടത്തോളം കാലം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, അല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് എനിക്ക് സംഭവിക്കാതെ? പലർക്കും അത് സംഭവിക്കുന്നു, പക്ഷെ എനിക്ക് സംഭവിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ലെന്ന് ഒരു വിഭാഗവും, എന്തേ എനിക്കിതൊന്നും സംഭവിക്കാത്ത എന്ന് മറ്റൊരു വിഭാഗവും, എന്നാൽ ഞാൻ ചിന്തിക്കുന്നതെല്ലാം എനിക്ക് ലഭിക്കുന്നു എന്നും മനസ്സിലാക്കുന്ന മറ്റൊരു വിഭാഗവും, അങ്ങനെ വിഭിന്നമായ തലത്തിലുള്ള ആൾക്കാരുള്ള സ്ഥലത്ത് വളരെ ലളിതമായി സ്പഷ്ടമായി മാനിഫെസ്റ്റേഷൻ ഒന്ന് മനസ്സിലാക്കിക്കുക. ആ മാനിഫെസ്റ്റേഷന്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക. അത് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ പ്രബലമാക്കാൻ വേണ്ടി ആണ് നമ്മുടെ കൊച്ചി പ്രോഗ്രാമും നമ്മുടെ കാലിക്കറ്റ് പ്രോഗ്രാമും ദുബായ് പ്രോഗ്രാമും വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൊച്ചി പ്രോഗ്രാം അറിയാതെ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു അമേസിങ് ഒരു അനുഭവമായിരുന്നു അത്. അതുകൊണ്ട് അതറിയാതെ വന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പം അതുപോലെ ഒരു അനുഭവം കൂടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ദുബായിലും ഞായറാഴ്ച, ഈ വരുന്ന ഞായറാഴ്ച, അതായത് 17-ാം തീയതി ദുബായിലും, അത് കഴിഞ്ഞ് തൊട്ടടുത്ത ആഴ്ച കാലിക്കറ്റും വെച്ച് നടക്കുന്ന മാനിഫെസ്റ്റേഷൻ ആണ് പ്രോഗ്രാം. അതിനു മുമ്പ് ഒരു സാധനം കൂടി അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കെല്ലാവർക്കും അത്യന്താപേക്ഷിതമായ 2 കാര്യങ്ങളിൽ ഒന്നാണ് മണി എന്നത് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഒരു സാധനം നമ്മുടെ ശ്വാസോച്ഛ്വാസമാണ്. അത് ഉണ്ടായാൽ മാത്രമേ മണിയുള്ളൂ, മണി ഉണ്ടായിട്ട് കാര്യമുള്ളൂ. പക്ഷെ ശ്വാസോച്ഛ്വാസം കൃത്യമായി നിലനിന്ന് പോകണമെങ്കിൽ ഇന്നത്തെ കാലത്ത് മണിയും കൂടി വേണം എന്നുള്ളത് കൊണ്ട് 2ാം സ്ഥാനത്ത് ഞാൻ മണിയെ വെക്കുന്നു. അതുകൊണ്ട് മണി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അതിനെ കൃത്യമായി പാകപ്പെടുത്തിയെടുക്കുക എന്നതാണ് മണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിനെ പറ്റിയിട്ട് ഒന്ന് വിശദമാക്കാനും ഇവിടെ മണി മാനിഫെസ്റ്റേഷൻ ശരിക്കും എന്താണ്, മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് മനസ്സിലാക്കാനുമാണ് ഇന്നത്തെ ക്ലാസ്. അപ്പം എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ക്ലാസ് കേൾക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ കുട്ടികളെല്ലാവർക്കും ഒരു കണ്ടീഷൻ ഉണ്ടല്ലേ. ക്ലാസ് കേൾക്കണമെങ്കിൽ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ക്ലാസ് നമുക്ക് ലഭിക്കുള്ളൂ. അതിന് പറയുന്ന പേരാണ്, നമുക്കത് സെറ്റായി കിട്ടാൻ 2 അഫർമേഷൻസ് ആണ്. എഴുതിക്കോളൂ, ആ 2 അഫർമേഷൻ എഴുതിക്കോളൂ, എങ്കിൽ മാത്രമേ ഇത് സാധ്യമാകുള്ളൂ. അഫർമേഷന്റെ പേര് എഴുതിക്കോളൂ. ഐ ആം ഹാപ്പി ആൻഡ് റെഡി, അല്ലേ? ഹാപ്പി ആയ മാത്രം പോരാ, റെഡിയായും വേണം. അപ്പോൾ ഐ ആം ഹാപ്പി, റെഡി എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കണം. കാരണം എന്താണ്? എന്തും ലഭിക്കാനും നൽകാനും നമ്മൾ റെഡിയാണെന്ന് പൂർണ്ണമായും നമ്മൾ അംഗീകരിച്ചു കൊണ്ട് പോകണം. അതിനാണ് റെഡി എന്ന് പറയുന്നത്. സന്തോഷത്തോടു കൂടി തയ്യാറാവുക എന്നതാണ് മലയാളത്തിൽ ഇതിൻ്റെ യഥാർത്ഥത്തിൽ നമ്മൾ സന്തോഷത്തോടു കൂടി തയ്യാറാവുക. തയ്യാറായാൽ മാത്രം പോരാ, സന്തോഷം വേണം. സന്തോഷം ഉണ്ടായാൽ മാത്രം പോരാ, തയ്യാറാവുകയും വേണം. അപ്പോൾ ഇത് 2 കണക്റ്റഡ് ആണ്. സോ ഐ എം റെഡി, അല്ലേ? ഐ എം ഹാപ്പി വിത്ത് റെഡി. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഗുഡ്. കമോൺ, ഫാസ്റ്റ് ആയിക്കോട്ടെ. ടൈപ്പ് ചെയ്യുന്നവർ ഫാസ്റ്റ് ആയിക്കോട്ടെ. ഒരുപാട് ആൾക്കാരുണ്ട്. ഫാസ്റ്റ് സ്ലോ ആക്കണ്ട. വേണം നിങ്ങൾ ഒരു ഫോൺ കൊണ്ട് മേടിച്ച് വെച്ചോ, ടൈപ്പ് ചെയ്യാനായിട്ട് മാത്രം.
മറ്റതെടുത്ത് ടൈപ്പ് ചെയ്യാൻ പറ്റത്തിന് ഒന്നും കൂടി മേടിക്കാം. അതിനുവേണ്ടി മാനിഫെസ്റ്റേഷൻ ചെയ്താൽ അടുത്ത ഫോണും കൂടി ചിലപ്പോൾ ഗിഫ്റ്റായിട്ടോ ആമസോണിൻ്റെ ഇതായിട്ടോ ബമ്പറായിട്ടോ ലോട്ടറി ആയിട്ടോ പല രീതിയിലും വന്നെന്ന് വരാം അല്ലേ. പറയാൻ പറ്റില്ല ഇത് ഏതൊക്കെ വഴിയിലാണ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ആരോ ഒരാളുടെ അനുഭവം പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആ ഫോൺ സ്വിച്ച് പോലും ഇല്ലാതെ ഫോൺ ഓണായി വന്നു എന്നൊക്കെ പറയുന്നത് കേട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വ്യക്തമായും ഇന്ന് നമ്മൾക്ക് തന്നിരിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ രസമുള്ള കാര്യമാണ്. ഇത് വായിച്ചപ്പോൾ എന്താണ് മണി മാനിഫെസ്റ്റേഷൻ, മാനിഫെസ്റ്റേഷൻ എന്താണ് അതും അറിയില്ല, ഇതൊക്കെ സത്യമാണോ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ. ഇന്ന് എന്നോട് ഒരാൾ ചോദ്യം ചോദിച്ചു കേട്ടോ. ഇന്ന് എൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് മണി മാനിഫെസ്റ്റേഷൻ നമ്മുടെ കോഴ്സിനെ പറ്റി വെച്ചപ്പോൾ ഒരാൾ എന്നോട് ഇങ്ങനെ തിരിച്ച് ചോദിച്ചു, ഈ എന്താ ഈ പരിപാടി, ഇത് വല്ലതും നടക്കുന്ന വല്ലതാണോ? ഞാൻ പറഞ്ഞു, ഏയ് നിങ്ങൾ വിശ്വസിച്ചാൽ നടക്കും, നിങ്ങൾ വിശ്വസിച്ചില്ലേ നടക്കില്ല. കഴിഞ്ഞ അവിടെ എൻ്റെ മറുപടി അവിടെ കഴിഞ്ഞു. വേറെ ഒന്നും പറയാനുണ്ടായില്ല. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നുവോ അത് നിങ്ങളെ തേടിയെത്തും എന്ന് പറയുന്ന കാര്യം. വിശ്വാസമില്ലേ ലഭിക്കില്ല എന്നവരോട് കൃത്യമായി പറയണം. വിശ്വാസമില്ലേ നടക്കില്ല, വിശ്വാസമുണ്ടോ നടക്കുക തന്നെ ചെയ്യും. ഒരു സംശയമില്ല. രണ്ടും നിങ്ങളിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിവിടുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങളിലുള്ള വിശ്വാസത്തെ ഒന്ന് ഉറപ്പിച്ചെടുക്കാനുള്ള ചില ലോജിക്കുകൾ പറഞ്ഞു തരിക എന്ന് മാത്രമാണ്. അതാണ് ലോജിക്കുകൾ പറഞ്ഞു തരിക എന്ന് മാത്രമാണ്. അപ്പോൾ നമുക്ക് നേരെ ഫാസ്റ്റായിട്ട് പോലെ, കാരണം മാനിഫെസ്റ്റേഷൻ പറയുമ്പോൾ കുറേ പറയേണ്ടി വരും. പൊതുവേ ചോദിക്കുന്ന ചോദ്യത്തെ ആദ്യം പറയേണ്ടി വരും. എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാകുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഞാൻ പറയട്ടെ, നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ ചോദിക്കണം. കാരണം നിങ്ങൾക്ക് ചോദിക്കാനുണ്ടല്ലോ, കാരണം നിങ്ങളിത് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഇത് നടക്കുമെന്നൊന്നും നിങ്ങൾ ചോദിക്കില്ല, കാരണം നിങ്ങൾക്ക് അനുഭവമുള്ളവരാണ്. ആകെയുള്ളൊരു വിഷയം എന്ന് വെച്ചാൽ എനിക്കെന്താണ് ഇത് അനുഭവിക്കാത്തതെന്ന് മാത്രമേ വിഷയമുള്ളൂ. ബാക്കിയെല്ലാം നമുക്കറിയാം. ഇവിടെ യഥാർത്ഥത്തിൽ നമുക്ക് വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, പൊതുവെയുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് പോകാം. എന്താണ് ഈ മാനിഫെസ്റ്റേഷൻ? നിങ്ങൾ എഴുതി വെച്ചോളൂ കേട്ടോ. ഇതിനൊക്കെ ആൻസർ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നാളത്തെ ക്ലാസ്സും കൂടി, ചിലപ്പോൾ ഇന്നത്തെ തീരുന്നില്ലെങ്കിൽ നമുക്ക് നാളത്തേലും കൂടി പറയാം. അപ്പോൾ യൂട്യൂബ് വീഡിയോ കാണുന്നവർ പ്രത്യേക ശ്രദ്ധയ്ക്ക് ക്ലാസ് കണ്ടിന്യൂസ് കാണുക. ഒന്നോ രണ്ടോ വീഡിയോകൾ കണ്ടിട്ട് നിങ്ങൾ വിശകലനം ചെയ്യരുത്. നമ്മുടെ കണ്ടിന്യൂസ് ക്ലാസ് കാണുക. എന്നിട്ട് നിങ്ങൾ മറ്റേ ക്ലാസ്സുകളിലേക്ക് വന്നാൽ മതി കേട്ടോ. ഒന്ന് മനസ്സിലാക്കിയിട്ട് എന്താണ് മാനിഫെസ്റ്റേഷൻ എല്ലാവർക്കും ഉണ്ടാകുന്ന ചോദ്യമാണിത്. ഇത് യാഥാർത്ഥ്യമാണോ എന്നുള്ള ചോദ്യം നമുക്ക് വരും. യാഥാർത്ഥ്യമാണോ? ഇനി എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ കൊണ്ട് ഒരാൾക്ക് പലതും നേടാൻ സാധിക്കുന്നത്? ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ചോദ്യമാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വന്നപ്പോൾ എല്ലാവരെയാണ് ഉദ്ദേശിച്ചത്, പബ്ലിക്കിനൊക്കെ ഉദ്ദേശിച്ചത്. യൂട്യൂബ് വീഡിയോ കാണുന്നവർക്ക് നിങ്ങൾക്കെല്ലാം ഈ ചോദ്യം ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഈ ചോദ്യമുണ്ട് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ മറുപടി ഇന്നത്തെ ക്ലാസ്സിൽ കിട്ടിയാൽ ലാസ്റ്റ് നിങ്ങൾക്ക് ഈ മറുപടി എനിക്ക് കിട്ടി എന്നും പറയാം. അപ്പോൾ കമൻറ്റ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെക്കും. നിങ്ങൾ എത്ര നല്ല കമൻറ്റ് വരുന്ന ആൾക്കാരെ പ്രത്യേകിച്ച് നമ്മൾ നോട്ട് ചെയ്യും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സമ്മാനം നിങ്ങൾ തേടി വന്നേക്കാം. അത് സർപ്രൈസാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലും മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് എന്താണെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടുന്നുണ്ട്. അതിൻ്റെ കുറച്ച് കുറിപ്പുകൾ ഇടുന്നുണ്ട്. നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ പറയുന്നുണ്ട്. അതിൽ നല്ലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്ക് ഒരു ഗിഫ്റ്റ് സ്പെഷ്യലായിട്ട് വരുന്നുണ്ട് എന്ന് മാത്രം പറയുക. എന്തൊന്നും പറയില്ല ഞാൻ. എന്തായാലും നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കത് മനസ്സിലാവുന്നു, നിങ്ങളത് ശ്രദ്ധിക്കുന്നു, നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അവിടെ കൃത്യമായി നിങ്ങളുടെ മനസ്സിലുള്ളത് പകർത്തി വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ തേടി പുതിയ പുതിയ സാഹചര്യങ്ങൾ സന്ദർഭങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് നമുക്കുള്ള അടുത്ത ചോദ്യമാണ്, ഫലപ്രദമായി ഈ മാനിഫെസ്റ്റേഷൻ എങ്ങനെ നടത്താം? ഹൗ ഡസ് പോസിബിൾ? എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ നമ്മൾ നടത്തുന്നത്? എന്താണ് മാനിഫെസ്റ്റേഷൻ്റെ ലിമിറ്റേഷൻസ് എന്നുള്ളത്? മാനിഫെസ്റ്റേഷൻ ലിമിറ്റേഷൻസ് ഉണ്ടോ? എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല? മാനിഫെസ്റ്റേഷൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം. ഇനി എന്തുകൊണ്ടാണ് പലർക്കും മാനിഫെസ്റ്റേഷൻ വർക്കാവാത്തത് സാധ്യമാകാത്തത് എന്നുള്ള ചോദ്യം. ഇതൊക്കെ പബ്ലിക്കിലുള്ള ചോദ്യമാണ്. നിങ്ങൾക്കും ഉണ്ടെങ്കിൽ പറയുക. യൂട്യൂബ് വീഡിയോ കാണുന്നവരും നിങ്ങൾ തന്നെ പറയുക. എന്തുകൊണ്ട് പലർക്കും എത്ര ശ്രമിച്ചിട്ടും ആഗ്രഹിച്ചതൊന്നും നേടാൻ സാധിക്കുന്നില്ല എന്നുള്ളത്? അല്ലേ, ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് സാർ, പക്ഷെ ഇത് മാത്രം എനിക്ക് കിട്ടുന്നില്ല എന്ന്. എന്തുകൊണ്ടാണ് പലർക്കും മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യാത്തത് എന്നുള്ള ഈ 7ഓളം ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഇന്നത്തെ ക്ലാസ്. ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയുമുള്ള ഭാഗം കേൾക്കുക എന്ന് യൂട്യൂബ് കാണുന്നവരോട് പറയാം. അതേപോലെ ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ഇനിയുള്ള ഭാഗത്തെ ക്ലാസ്സിലിരിക്കുക. അല്ലെങ്കിൽ നേരെ വിട്ടിട്ട് എക്സിറ്റ് അടിച്ച് പോവുക, അടുത്ത പരിപാടിയിൽ പോവുക. വെറുതെ സമയം കളയണ്ട. ഉണ്ടെങ്കിൽ മാത്രം താല്പര്യമുള്ളവർ മാത്രം കേട്ടാലും ഇരുന്നാലും മതി എന്നുള്ളതാണ് പറയാനുള്ളത്. ഞങ്ങൾ കുറച്ച് പേര് ഇതിൽ താല്പര്യപ്പെട്ടിട്ട്
ഇത് മനസ്സിലാക്കാനായിട്ടിരിക്കുന്നവരുണ്ട്. ഞങ്ങൾക്കത് നേടുക തന്നെ ചെയ്യും. ഞങ്ങൾ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നേടുക തന്നെ ചെയ്യും. അതിന് യാതൊരു തർക്കവുമില്ല. അത് ഞങ്ങൾ മനസ്സിലാക്കി, എളുപ്പത്തിൽ മനസ്സിലാക്കി യാഥാർത്ഥ്യമാണ്. ഇതേ സംഭവം, ഇതേ ക്വസ്റ്റ്യൻസ് ഒരു ആണ് ദുബായ് മറ്റന്നാൾ നടക്കുന്ന പ്രോഗ്രാമിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്. കാരണം ഞങ്ങൾക്ക് ദുബായ് ഒരുപാട് ആൾക്കാർക്ക് ബ്ലോക്കേജുകൾ ഉണ്ടാവുന്നു. അതിനുള്ള പരിമിതികൾ എന്താണെന്ന് അറിയുക, എന്നിട്ട് അതിനെ ഓപ്പൺ ആക്കി കിട്ടുക, എന്നിട്ട് മണിയിലേക്ക് പോവുക എന്നുള്ള കോൺസെപ്റ്റാണ് ദുബായ് പ്രോഗ്രാമിൽ മറ്റന്നാൾ ഉപയോഗിക്കുന്നത്. വളരെ ലളിതമായി ഇതിനെ എങ്ങനെ ട്യൂൺ ചെയ്തെടുക്കാമെന്ന് 20 മണിക്കൂറുകൾ കൊണ്ട് പഠിപ്പിക്കുക എന്നതാണ് അവിടെ നടക്കുന്ന കോൺസെപ്റ്റ്. കാലിക്കറ്റിൽ അതിന് വ്യത്യസ്തമായിരിക്കും. കാരണം കാലിക്കറ്റിലുള്ള നിങ്ങൾ വരുന്ന ആൾക്കാരും ദുബായിൽ വരുന്ന ആൾക്കാരും തികച്ചും വ്യത്യസ്തരാണ്. ദുബായിൽ വരുന്നവർ കുറച്ചും കൂടി ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റം ഉള്ളവരാണ്. കാലിക്കറ്റ് വരാൻ പോകുന്നവർ നിങ്ങളൊക്കെ ഓൾറെഡി എൻ്റെ ക്ലാസ്സിൽ കുറേ ദിവസം ഇരുന്നിട്ട് കുറേ ഓപ്പൺ അപ്പ് ആയവരാണ്. അതുകൊണ്ട് അവിടെ ഇതിൻ്റെ അടുത്ത തലങ്ങൾ സെക്കൻഡ് ഫേസ് ആയിരിക്കും അവിടെ പഠിപ്പിക്കുക. ദുബായിൽ നമുക്ക് ഫസ്റ്റ് ഫേസിൽ തന്നെ പഠിപ്പിക്കേണ്ടി വരുമെന്നാണ് നിലവിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. അപ്പോൾ എന്തായാലും സാഹചര്യത്തിനനുസരിച്ച് അത് കിട്ടാൻ നിങ്ങൾ എല്ലാവരും തയ്യാറായി വരിക എന്നതാണ് പറയാനുള്ളത്. രജിസ്റ്റർ ചെയ്യാത്തവർ ഇപ്പോൾ ഇവിടുന്ന് രജിസ്റ്റർ ചെയ്യുക. ഇപ്പോൾ ഇന്ന് ഓഫർ ഉണ്ട്. ദുബായ് പ്രോഗ്രാമിന് ഏറ്റവും പ്രൈസ് കുറച്ച് ഞാൻ ചെയ്യുന്ന പ്രോഗ്രാമാണ് ദുബായ് പ്രോഗ്രാം. കാരണം ദുബായിലുള്ള ആൾക്കാർ അത്രയും അതായതുകൊണ്ടാണ്. ഈ ഒറ്റ തവണ മാത്രമേ ഈ ചാർജിന് ദുബായ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് ടൈം ഇതിൻ്റെ വേറെ ലെവലായിരിക്കും. കാരണം ദുബായിൽ എനിക്ക് ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആകെ വാങ്ങിക്കുന്നത് ആ ഹോട്ടലിൽ കൊടുക്കേണ്ട ഫുഡിൻ്റെയും ഹാളിൻ്റെയും ചാർജ് മാത്രമാണ്. ഈവൻ ക്യാമറ അവിടെ ഉപയോഗിക്കുന്നതിന് പോലും പൈസ ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് കൊടുക്കേണ്ടി വരും. അങ്ങനെ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അത്രയും വളരെ ലളിതമായിട്ടാണ്. ഇങ്ങനൊരു കോഴ്സ് ദുബൈയിൽ ആർക്കും ഈ പ്രൈസിന് കൊടുക്കാൻ പറ്റില്ല. കൊടുക്കാൻ വേണ്ടി അതിനുവേണ്ടി മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ ദുബായ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്യാത്തവർ ഇപ്പം തന്നെ അഡ്മിൻ നമ്പർ വെച്ച് അല്ലെങ്കിൽ ഒന്ന് ഇവിടുത്തെ നമ്പർ മേടിച്ചു കഴിഞ്ഞാൽ, എനിക്ക് പറഞ്ഞ സന്ധ്യ പറഞ്ഞു, സന്ധ്യ ഒന്ന് ഇവിടുത്തെ നമ്പറിൽ ഒന്ന് വിളിച്ചോളൂ. സന്ധ്യ ഇപ്പം തന്നെ അവർ കൺഫേം ചെയ്യും. ആകെ കുറച്ച് സീറ്റ് മാത്രമേ ഇനി ബാക്കി വെച്ചിട്ട് ഇന്ന് നാളെയും കൊണ്ട് ഫില്ല് ചെയ്യും. നാളെ യൂട്യൂബ് വീഡിയോ കാണുന്നവർ ദുബായിലുള്ളവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ അഡ്മിൻ നമ്പർ താഴെ കൊടുക്കാം, കൺഫേം ചെയ്യുക, പേയ്മെൻറ്റ് അഡ്വാൻസ് അടക്കുക. ബാക്കി നിങ്ങൾ അവിടെ വന്നിട്ട് അടച്ചാലും മതി, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണ്ടത്ര ഇത് വരും. അപ്പോൾ ദുബായ് പ്രോഗ്രാമിൻ്റെ പ്രത്യേകത പറയാം. ഒരു ദിവസത്തെ ക്ലാസ്സാണ് ഇവിടെ. പക്ഷെ 4 ആഴ്ചകളിലുള്ള അത് എഴുതുമ്പോൾ അഡ്മിൻ നമ്പർ എഴുതുമ്പോൾ ഇന്ത്യയുടെ നമ്പറും കോഡും കൂടി ചേർത്ത് എഴുതണേ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. 917510724554 91 കൂടി ചേർക്കണേ, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വിളിക്കാൻ പറ്റില്ല. ഇവിടുത്തെ നമ്പറും കൂടി ഒന്ന് കൊടുത്തോ, UAE നമ്പറും കൊടുത്തോളൂ, കുഴപ്പമില്ല. അപ്പോൾ 4 ആഴ്ചകളായിട്ട് അതിൻ്റെ ഫോളോ അപ്പും കൂടി ഉണ്ടാവും. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവുക. പിന്നെ നമ്മൾ ബാക്കി എല്ലാ ക്ലാസ്സുകളിലും ഒന്നുകൂടി ഇറക്കുകയാണ്. നാളെ യൂട്യൂബ് വീഡിയോ ഇത് കാണുന്നവരുണ്ടെങ്കിൽ നാളെ തന്നെ രജിസ്റ്റർ ചെയ്യുക. കാരണം ശനിയാഴ്ച രജിസ്ട്രേഷൻ എടുക്കില്ല, ഞായറാഴ്ച. ഓൾറെഡി നമ്മളിവിടെ ഹാളിൽ ഇത്ര ലിമിറ്റേഷൻ ഉണ്ടാവും. പിന്നെ അതിനോട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് പ്രിപ്പയർ ചെയ്യണം, ഒക്കെ പണികളുണ്ട്. അതുകൊണ്ട് ഓപ്പൺ ആയിട്ട് അവിടെ വന്ന് കയറാമെന്നുള്ള ആരും വിചാരിക്കരുത്. നമുക്ക് പ്രായോഗികമായി കുറേ ബുദ്ധിമുട്ടുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് പഠിക്കാം അല്ലേ? എന്നിട്ട് നമുക്ക് കാലിക്കറ്റിൻ്റെതിലേക്കും വരാം. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് കൃത്യമായി മനസ്സിലാക്കുക. ഇതിൽ നിങ്ങൾ ഉദ്ദേശിച്ച പലരും നിങ്ങളുടെ ഇത് നിലവിലുള്ള അവസ്ഥകൾ മൊത്തം മാറിപ്പോവും ഞാൻ പറഞ്ഞു വരുമ്പോൾ. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കുക. മാനിഫെസ്റ്റേഷൻ എന്നത് ഒരു വ്യക്തിയുടെ ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി ഉണ്ടാക്കാൻ മനസ്സിന്റെ ശക്തി ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഒന്നുകൂടി പറയണമെങ്കിൽ പറയാം, മാനിഫെസ്റ്റേഷൻ എന്നത് ഒരു വ്യക്തിയുടെ ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി ഉണ്ടാക്കാൻ മനസ്സിന്റെ ശക്തി ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിൽ വിശ്വാസം, കൃത്യമായ ലക്ഷ്യബോധ സാധനാകർമ്മങ്ങൾ, കൃത്യനിഷ്ഠ എന്നിവ വളരെ നിർബന്ധമുള്ള സംഗതി ആണ് എന്ന് മനസ്സിലാക്കണം. ഈ കൃത്യനിഷ്ഠയും ലക്ഷ്യസാധനാകർമ്മങ്ങളും ലക്ഷ്യ സാധനാകർമ്മങ്ങളും ആവർത്തിക്കപ്പെടുന്ന നടപടികൾ വഴിയാണ് ഇത് സാധ്യമാകുന്നത്. ആകെ കൂടി പോയല്ലേ? ഒന്നുമില്ല, സിമ്പിളായിട്ട് പറയാം. മാനിഫെസ്റ്റേഷൻ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ലക്ഷ്യം വേണം, അല്ലെങ്കിൽ സ്വപ്നം വേണം, അല്ലെങ്കിൽ ആഗ്രഹം വേണം. വെറും ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യില്ല.
വെറും സ്വപ്നം ഉണ്ടായാൽ നടക്കില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജാണ് ലക്ഷ്യങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ അതിനെ ആവശ്യമാക്കി മാറ്റുക. ഈ ആവശ്യമായി മാറിയാൽ മാത്രമാണ് അത് നടക്കുക. ഇനി എങ്ങനെ നടക്കും? കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി, കൃത്യനിഷ്ഠയോടുകൂടി, ആവർത്തിക്കപ്പെടുന്ന പരിപാടിയോടുകൂടി മാത്രമേ സാധ്യമാവുള്ളൂ. അതാണ് നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുക, ആദ്യം പറയും മെഡിറ്റേഷൻ വന്നിരിക്കും, പറയും ലക്ഷ്യം നിർണ്ണയിക്കൂ, സെറ്റ് ചെയ്യൂ, മനസ്സിൽ ആഗ്രഹിച്ചു. അത് കഴിഞ്ഞ് മെഡിറ്റേറ്റ് ചെയ്തു. പിന്നെ എഴുതുന്നത് അഫർമേഷൻ എഴുതുന്നതിന് മുമ്പ് ഗോൾസ് ആണ് എഴുതുന്നത്, ഇന്റൻഷൻ ആണ് എഴുതുന്നത്. അത് എഴുതി കഴിഞ്ഞിട്ട് അതിന്റെ അഫർമേഷൻ എഴുതി കഴിയുമ്പോൾ മനസ്സ് സെറ്റ് ആവും. ഇപ്പോൾ നമ്മൾ 2020 മെഡിറ്റേഷൻ ലോകത്തിൽ ഏറ്റവും, എനിക്കൊന്ന് അത്രയും വിപുലമായ ഒരു മെഡിറ്റേഷൻ വേറെ ചെയ്തിട്ടുണ്ടാവില്ല. 1 മണിക്കൂർ മെഡിറ്റേഷൻ 20 മിനിറ്റ് ലക്ഷ്യനിർണ്ണയത്തിന് വേണ്ടി മാത്രമാണ്, അല്ലേ? ലക്ഷ്യനിർണ്ണയം ചെയ്തു കഴിഞ്ഞാൽ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. മാനിഫെസ്റ്റേഷൻ ഇതില്ലാതെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് ആ UAE നമ്പർ കൂടി ഒന്ന് കൊടുത്താൽ ഇതിനകത്ത് കൊടുക്കും. UAE നമ്പർ തന്നെ എഴുതി കൊടുക്കും. 05224742292 UAE നമ്പറാണ്. അപ്പോൾ അത്രയും കൃത്യതയോടുകൂടിയാണ്. ഇനി ഇതിൽ കൃത്യമായി മനസ്സിലാക്കി, ഈ 4 ഘടകങ്ങൾ ചേരാതെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യില്ലേ. അപ്പോൾ നമ്മൾ ഈ കോഴ്സിലൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ലക്ഷ്യം കറക്റ്റ് ചെയ്യാന്നുള്ളത്. വെൻ യു ഫൈൻഡ് യുവർ പാഷൻ, ഇറ്റ് വിൽ ഹാപ്പൻ ടു യു. അപ്പൊ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുന്നത് അത് നമ്മളുമായി യോജിക്കുന്ന ലക്ഷ്യങ്ങളാകുമ്പോൾ അത് ഓട്ടോമാറ്റിക് പ്രപഞ്ചം സംഭവിക്കുന്നത്. എനിക്കൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഞാനിവിടെ പറഞ്ഞൊരു സമയം പോകുന്നില്ല, അത്രയും പറയാനുണ്ട്. ഓരോ നിമിഷവും പറയാനുണ്ടാവും. ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ മനസ്സിൽ വരിക, അത്രയും അനുഭവങ്ങളാണ്. മാനിഫെസ്റ്റേഷൻ യാഥാർത്ഥ്യമാണോ എന്നുള്ള ചോദ്യമാണ് രണ്ടാമത് വരുന്നത്, അല്ലേ? മാനിഫെസ്റ്റേഷൻ യാഥാർത്ഥ്യമാണോ? മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഈ ടേം ഒരുപാട് കാലങ്ങളായി ആൾക്കാരിൽ ജനപ്രിയമായ ഒരു വിശ്വാസം ഉണ്ടാക്കുന്നതും, അതുപോലെ തന്നെ പ്രായോഗിക തലത്തിൽ ഒരുപാട് എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യപ്പെട്ട ഒരു ഘടകമാണ്. ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയ ഒരു പ്രക്രിയയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അത് അറിഞ്ഞാണോ അറിയാതെയാണെങ്കിലും സംഭവിക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ട് സംഭവിക്കും? ആദ്യം പറഞ്ഞ അല്ലേ, ഇതുള്ളവൻ രക്ഷപ്പെടുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ വിഷയം ഇത് തന്നെയാണ്. അപ്പോൾ ഇവിടെ കൃത്യമായി പറഞ്ഞ സംഭവിക്കുന്ന ഒന്നുമല്ല, നമ്മുടെ മാനസികമായ ആവിഷ്കാരത്തിന്റെ, സ്വയം പരിവർത്തനത്തിന്റെ, പ്രചോദനാത്മകമായ ചിന്തകളുടെ റിസൾട്ടാണ് മാനിഫെസ്റ്റേഷൻ. 3 കാര്യങ്ങൾ നമ്മൾ തന്നെ അടിസ്ഥാനപ്പെട്ടിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ദിനേശ് മുങ്ങത്തിന്റെ ക്യാപ്ഷനിൽ ഓരോ വ്യക്തിയും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണെന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ ചിന്തകൾ മാറ്റുമ്പോഴാണ് എല്ലാം സാധ്യമാകുന്നത്. ചിന്തകൾ മാറ്റുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? നമ്മൾ അവിടെ സ്വയം പരിവർത്തനപ്പെടുന്നു, ഉദ്ധരിക്കപ്പെടുന്നു. ഉദ്ധരേതാത്മാനാം ന ആത്മാനാം ഉദ്ധരാത്മ പറയുന്ന പോലെ അവനവനെ എപ്പോഴാണോ ഓരോ ആൾക്ക് ഉദ്ധരിക്കാൻ സാധിക്കുന്നത്, പ്രചോദനമാകാൻ സാധിക്കുന്നത്, അപ്പോഴവനിൽ വ്യക്തതയുണ്ടാവും. എങ്ങോട്ടാണ് നീ പോകുന്നത് ചോദിച്ചാൽ, ഞാൻ ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് എന്ന മറുപടി ഉണ്ടാകുമ്പോൾ ഇത് വർക്ക് ചെയ്യും. അല്ലെങ്കിലോ എവിടെ പോന്നു? ചുമ്മാതെ. എവിടേക്കാ? ചുമ്മാതെ. ആ ചുമ്മാ എന്ന് പറയുന്നതാണ് ജീവിതവും ചുമ്മാതായി പോകും. അത്രയേ ഉള്ളൂ. ലളിതമാണ്. കോട്ടയക്കാരോട് ചോദിച്ചു ഞാൻ, എന്തുകൊണ്ട് വിശേഷങ്ങൾ? എന്നാ പറയാനാന്നേ, ഒന്നും പറയാനില്ല. എന്താ വിശേഷം? ഒന്നും പറയാനില്ല. ഇത് അവിടുത്തെ ഒരു രീതിയാണ്. വിശേഷം ഒന്നും ഇല്ലെന്നല്ല, ഒന്നും പറയാനില്ല. എല്ലാം ഉണ്ട്, പക്ഷെ പറയേണ്ടതായിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞത്. അതുപോലെ ഓരോ ഓരോ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ മാനിഫെസ്റ്റേഷനിൽ ഇത്രയും ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ വഴി വ്യക്തികൾക്ക് കൂടുതൽ കാര്യങ്ങൾ നേടാൻ സാധിക്കുന്നത്? ഇത് എന്താണ് ചെയ്യുക, എങ്ങനെയാണ് ഇതിനെ സാധ്യമാക്കുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടാവും, അല്ലേ? ഇതിന് ഉത്തരം ഞാൻ പറയണോ? ഓൾറെഡി നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ലേ? മാനിഫെസ്റ്റേഷൻ പ്രവർത്തിക്കാനായി വ്യക്തിയുടെ ദൃഢമായ വിശ്വാസം, മനസ്സിന്റെ സൃഷ്ടിയും സ്പഷ്ടമായ ലക്ഷ്യവും അനിവാര്യമാണ്. കൃത്യം വിശ്വസിക്കുക, വ്യക്തത വരുത്തുക, ക്ലിയർ ആയിട്ടുള്ള ഇന്റൻഷൻ ഉണ്ടാവുക, എങ്കിൽ മാത്രമേ സാധ്യമുള്ളൂ. മാനിഫെസ്റ്റേഷൻ പ്രവർത്തിക്കാനായി വ്യക്തിയുടെ ദൃഢമായ വിശ്വാസവും അൺചേഞ്ചബിൾ
ഏ ബിലീവ് ഇൻ ദാറ്റ് ഐ ക്യാൻ ഡു ഇറ്റ്. ശിവഖേരയുടെ ഒരു പുസ്തകമുണ്ട്, നിങ്ങൾക്കും വിജയിക്കാം. അല്ലെങ്കിൽ മറ്റൊരു പുസ്തകമുണ്ട്, ഐ ക്യാൻ, എനിക്കും പറ്റും എന്ന് പറയും. ഇതുപോലെ ഉള്ള കാര്യങ്ങൾ നോക്കുക. ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും ഇതുണ്ടെങ്കിൽ മാത്രമേ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അയ്യോ എൻ്റെ സൂം പോയി എന്ന് പറയുന്ന വിശ്വാസത്തിൽ അത്തരം കാര്യങ്ങൾ ഓരോ നിമിഷവും നമ്മൾ ഗ്രൂപ്പിൽ കേൾക്കുന്നു. സാറേ ഇപ്പോഴും ഉണ്ടാവും, ചിലപ്പോൾ കണക്റ്റ് ആവുന്നില്ല. നിങ്ങളൊന്ന് കണക്റ്റ് ആയി എന്ന് വിശ്വസിച്ച് നോക്കൂ, സംഭവിക്കും. കാണുന്നതെല്ലാം യാഥാർത്ഥ്യമാണോ എന്ന് ചോദിച്ചാൽ യാഥാർത്ഥ്യം മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളതാണ് അർത്ഥം. അതിനപ്പുറത്തേക്ക് നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്, അല്ലേ? കണ്ടത് മാത്രമേ യാഥാർത്ഥ്യമാണെങ്കിൽ കാണാത്തത് എന്തൊക്കെയുണ്ട് ഈ ലോകത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. ഒരു വ്യക്തിയുടെ ചിന്തകളുടെയും ആത്മവിശ്വാസത്തിനും വളർത്തുക വഴി മാത്രമാണ് ചുറ്റുപാടിൽ മാറ്റമുണ്ടാക്കാൻ സാധിക്കുകയും ആ ചുറ്റുപാടിലെ അവസരങ്ങളെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ മാത്രമാണ് അത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പ്രത്യേക കഴിവാണ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, റെക്ടാക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന RAS എന്ന് പറയുന്ന സിസ്റ്റത്തിലൂടെയാണ് നമ്മുടെ മസ്തിഷ്കം മുഴുവൻ വർക്ക് ചെയ്യുന്നത്. ഈ ഭാഗം എപ്പോഴാണോ ഉത്തേജിപ്പിക്കപ്പെടുന്നത്, ആ ഭാഗം ഉത്തേജിച്ച ആൾക്കാർക്ക് മാത്രമേ കൃത്യമായ ചിന്തകളിലൂടെ കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഭാഗം മുഴുവൻ പിന്നെ കാണുന്നത്, കാറ് വേണം എന്ന് ആഗ്രഹിച്ചവൻ കാർ ഇഷ്ടം പോലെ കാണും. പക്ഷേ ഇന്ന കാറ്, ഇന്ന കളറ്, ഇന്ന രീതിയിലുള്ള കാറ് വേണമെന്ന് ആഗ്രഹിച്ചവൻ പിന്നെ കാണുന്നത് മൊത്തം അതായിരിക്കും. ഇപ്പൊ ഇവിടെ ഉദാഹരണത്തിന് എളുപ്പം പറയാം, ഞാൻ നമ്മുടെ ഏഞ്ചൽ നമ്പർ പഠിപ്പിക്കാൻ തന്നവരെ ആർക്കും ഏഞ്ചൽ നമ്പർ കണ്ടിട്ടേ ഇല്ല, അറിയത്തേ ഇല്ല. എല്ലാ ദിവസവും ഏഞ്ചൽ നമ്പർ ഉണ്ടായിരുന്നു, പക്ഷെ ആരും കണ്ടിട്ടില്ല. ആ ക്ലാസ് പഠിപ്പിച്ചതിന് ശേഷം എല്ലാ സമയത്തും കാണുന്ന ഏഞ്ചൽ നമ്പറുകൾ തന്നെയാണ്, അല്ലേ? ഇപ്പോൾ നമ്മളിവിടെയും കണ്ടു 111 ഏഞ്ചൽ നമ്പർ. ഞാൻ ഈ പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്കും അതവിടെ വന്നു, അല്ലേ? ഓരോ നിമിഷവും ഇത് തന്നെ. ഇത് കാണുന്ന ഇതുവരെ ഉണ്ടായില്ലേ? ഇതുവരെ ഇവിടെ ഉണ്ട്, ഇവിടെ ഇപ്പോഴും ഉണ്ട്. ഇവിടെ പുതിയതായിട്ടുള്ളതൊന്നും നല്ലത് എല്ലാം ഉണ്ട്. പക്ഷെ ഇത് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ 44 കാണുന്നു, 222 കാണുന്നു, 111 കാണുന്നു, കണ്ടെടുത്തൊക്കെ കാണുന്നു, 88 കാണുന്നു, 808 കാണുന്നു, അല്ലേ? എല്ലാം വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണുന്നത്, വണ്ടിയുടെ ടൈം പോലും. ഇത് ഒന്നുമല്ല കേട്ടോ, നമ്മുടെ ബ്രെയിനിന്റെ കളിയാണ് ഈ സാധനം. റെക്ടാക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് മാത്രമാണ് RAS. ഇത് തന്നെയാണ് ഇത്. അപ്പം നമ്മുടെ ചിന്തകളിലേക്ക് ഈ സാധനം കയറി വന്നു കഴിഞ്ഞാൽ കാണും. ഇനി ഇത് കാണാത്തവരുണ്ടോ? നിങ്ങൾക്ക് മരുന്നുണ്ട്, നിങ്ങൾ ക്ലാസ് ശരിക്കും കേൾക്കാത്തത് കൊണ്ടാണ്. കാണുക തന്നെ ചെയ്യും. ഞാൻ പറയുന്ന മുഴുവനായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നാളെ മുതൽ കാണും. നമ്മുടെ 2020 മെഡിറ്റേഷൻ പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ 7 എലിമെന്റ്സ് മെഡിറ്റേഷൻ പോലെയോ മെഡിറ്റേഷൻ പോയിരുന്നാൽ നിങ്ങൾക്ക് അവിടെ ഇരിക്കുമ്പോൾ ജലത്തിലിരിക്കുന്ന പോലെ തോന്നും. നിങ്ങൾക്ക് അഗ്നിയിൽ മുഴുകിക്കുന്ന കാണും, അവിടെ ദേവി പ്രത്യക്ഷപ്പെടുന്നത് കാണും, ഒക്കെ കാണും. കാരണം ഇത് യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യം വെച്ചാൽ നമ്മുടെ മസ്തിഷ്കത്തിന്റെ സൃഷ്ടിയാണ്, എല്ലാം മസ്തിഷ്കം സൃഷ്ടിയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മസ്തിഷ്കത്തിന് അതായത് നമ്മുടെ ഈ ഭാഗത്തിന് കാണിച്ചു തരാൻ സാധിക്കുന്നുവെങ്കിൽ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യില്ലേ? സൂപ്പറായിട്ട് വർക്ക് ചെയ്യും. യാതൊരു തർക്കമില്ല. നിങ്ങൾക്ക് 111 കാണുന്നുണ്ടെങ്കിൽ, അതിനുള്ള പവർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ ലഭിക്കുകയും ചെയ്യും. കണ്ടാൽ മതിയില്ല, കാണുമ്പോൾ ലഭിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലേ? സ്വപ്ന ഭവനം ഉണ്ടാക്കുന്ന ആ ഭവനത്തെ പറ്റി കൃത്യമായ ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് സംഭവിക്കുക തന്നെ കാണാം. അത് പോകാൻ പറ്റില്ല. അതിന് സിസ്റ്റം അങ്ങനെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഫലപ്രദമായി മാനിഫെസ്റ്റേഷൻ നടത്തുക എന്നുള്ളത്, അല്ലേ? ഇത് മുഴുവൻ ഞാനിവിടെ പഠിപ്പിച്ചെന്നാൽ പിന്നെ നിങ്ങൾ ആരെങ്കിലും കാലിക്കറ്റ് പ്രോഗ്രാമിന് ദുബായ് പ്രോഗ്രാം വരുമോ? ഇത് ആവശ്യമുണ്ടോ? സാറ് തന്നെ ക്ലാസ് പിന്നെ എന്തിനാ അവിടെ കയറി പൈസ കൊടുക്കുന്നതെന്ന് പറയില്ലേ? അങ്ങനെ വേണോ? എനിബഡി വാണ്ട് ദിസ്? അല്ല, അവിടെ വരുന്ന ഇവിടെ പഠിപ്പിച്ചു തരണം. എല്ലാം കൂടി 7 ചോദ്യത്തിന് സാറ് ഇവിടെ ഉത്തരം തന്നു. എന്നാൽ പിന്നെ യൂട്യൂബ് വീഡിയോ ഉണ്ട്. പിന്നെ എന്തിനാണ് ഇപ്പൊ എന്റെ കഞ്ഞികൂടി എന്റെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുമോ? എന്റെ മാനിഫെസ്റ്റേഷൻ പോകില്ലേ? അത് വേണ്ട അല്ലേ? നമുക്ക് കുറച്ച് സസ്പെൻസ് വെക്കാം, അല്ലേ? യെസ് ഓർ നോ ടൈപ്പ് ചെയ്യൂ. യെസ് ഓർ നോ ടൈപ്പ് ചെയ്യൂ. സസ്പെൻസ് വെക്കണോ അല്ല മുഴുവൻ പറയണം? ആരും ടൈപ്പ് ചെയ്യില്ലല്ലേ? കൺഫ്യൂഷനാണ്. സാറിനോട് ഇത് എങ്ങനെ പറയാം? പറഞ്ഞാൽ സാറ് പറയും ഇങ്ങനെയാണ്, അല്ലേ? വേണം വേണം വേണം. അപ്പൊ എനിക്കോ
എൻ്റെ മാനിഫെസ്റ്റേഷൻ എങ്ങനെ വർക്ക് ചെയ്യും? എല്ലാം വർക്ക് ചെയ്യും. മാനിഫെസ്റ്റേഷൻ കറക്റ്റ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, അത് വർക്ക് ചെയ്തേ പറ്റുള്ളൂ, വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞാലും നിങ്ങളൊക്കെ അവിടെ വരും, പറഞ്ഞില്ലെങ്കിൽ നിങ്ങളൊക്കെ വരും. അപ്പോഴല്ലേ, അല്ലെങ്കിൽ പിന്നെ എൻ്റെ മാനിഫെസ്റ്റേഷൻ ഞാൻ സസ്പെൻസ് വെച്ചിട്ട് നിങ്ങളെങ്ങനെ ആകർഷിക്കാൻ നിൽക്കുന്ന കാന്തമായി നിൽക്കുന്ന പോലെ നിന്നില്ലെങ്കിൽ കാര്യമുണ്ടല്ലോ. സാറിന് അതാണ്, സാറിന് വരാനുള്ള ഡയറക്ടർ വരും. ഡയറക്റ്റ് വരുമല്ലേ, എന്നെ ഒന്ന് മറ്റേ സാധാരണ എൻ്റെ കുട്ടിച്ചാത്തന്മാരെൻ്റെ അടുത്ത് കൊണ്ടുവരുന്നുണ്ട്. ഒന്നുമില്ല, ഇതൊക്കെ എന്താണെന്നറിയോ, ഇതെത്ര പഠിച്ചാലും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഈ സാധനത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ എപ്പോഴാണോ ശ്രദ്ധിക്കുന്നത് അപ്പോൾ മാത്രമേ ഇത് വരുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോഴെല്ലാവരും 1-1 കാണുന്നുണ്ടല്ലോ. ഞാൻ ഉദാഹരണം പറയാം. 1-1 ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, അടിപൊളിയാണ്. എല്ലാം പൈസ ഈ ഗൂഗിൾ പേയിൽ വരുന്നുണ്ട്, നോട്ടുകൾ വരുന്നുണ്ട്, ലക്ഷം കിട്ടുന്നവരുണ്ട്, എല്ലാം ഉണ്ടല്ലേ. നിങ്ങളിത് നിർത്തി നോക്കുക, ഒരാഴ്ച നിർത്തിയിട്ട് വീട്ടിലേക്ക് പോയിരുന്ന് നോക്കുക. എനിക്കെല്ലാം കിട്ടി സന്തോഷത്തിൽ. ഒരാഴ്ച നിങ്ങൾ ഇതിൽ കയറാതെ മാറി നിൽക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ RAS ഉണ്ടാവില്ല, മാനിഫെസ്റ്റേഷൻ ഉണ്ടാവില്ല, ലോകം മുഴുവൻ എന്തായിരിക്കും? കഷ്ടാണെന്നേ, ദുഃഖത്തിലാണെന്നേ എന്ന സ്ഥിതിയിലേക്ക് ഒറ്റ പോക്കങ്ങ് പോകും. വേണോ? അങ്ങനെ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ആരും കൊടുക്കാത്ത രീതിയിൽ ഞാൻ ഹാപ്പിനെസ് മാസ്റ്ററി ഹബ്ബ് മാത്രം ഏതൊരു കോഴ്സും അൺലിമിറ്റഡ് ടൈം കൊടുത്തിരിക്കുന്നത്. നോ ടൈം ഫ്രെയിം. നിങ്ങൾ 20 ദിവസത്തെ ക്ലാസ്സിൽ പങ്കെടുക്കൂ, 30 ദിവസത്തെ ക്ലാസ്സിൽ പങ്കെടുക്കൂ, 10 ദിവസത്തെ ക്ലാസ്സിൽ പങ്കെടുക്കൂ എന്ന് പറയാത്തതിൻ്റെ പ്രധാന കാരണം ഈ സാധനത്തിൻ്റെ പ്രത്യേകത, ഇതിവിടെ നിൽക്കുമ്പോൾ നല്ല രസമുണ്ട്, ഇവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ചിക്കേന്ന് പറഞ്ഞു പോകും. ഉദാഹരണം ഞാൻ വളരെ എളുപ്പത്തിൽ ഉദാഹരണം പറയാം. ഞാനിപ്പോൾ എല്ലാ ദിവസവും ക്ലാസ് എടുക്കുന്നു. ഞാൻ ഒരാഴ്ച ക്ലാസ് എടുക്കാതിരുന്നാൽ എൻ്റെ അവസ്ഥയും സെയിം തന്നെയായിരിക്കും. നമ്മുടെ ബ്രെയിനിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. നമ്മൾ വേറൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് പോകും, വേറെ ഒന്നുമല്ല, വേറൊന്നിലേ ഫോക്കസ് ചെയ്ത് പോകും. അത് മാത്രമാണ്. ഒന്ന് സന്ധ്യ ബിന്ദുവിൻ്റെ നമ്പർ ഒന്ന് ഷെയർ ചെയ്യും, ബിന്ദുവിൻ്റെ നമ്പർ ഒന്ന് ഷെയർ ചെയ്യോ, എന്നിപ്പോൾ നമ്മുടെ അഡ്മിൻ വിളിക്കോട്ടെ സന്ധ്യ, ഇപ്പോഴത്തെ വിളിച്ച് സംസാരിച്ച് കൺഫേം ആക്കും കേട്ടോ. അപ്പോൾ ഇത്രയും വ്യക്തമായിട്ട്, അപ്പോൾ ഈ ജേണി, അതുകൊണ്ട് തന്നെയാണ് ഹാപ്പിനെസ് മാസ്റ്ററി കോഴ്സുകൾക്ക് ടൈമില്ല എന്ന് മാത്രമല്ല, ഈ ഫ്രീ സെഷനും നെവർ എൻഡ്സ്. ഇതെപ്പോഴും തുടരും, എന്നെ കൊണ്ടാവുന്നത്രയും കാലം. കാരണം ഇത് എൻ്റെയും ആവശ്യമാണ്, നിങ്ങളുടെ എല്ലാവരെയും ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഇത് കൃത്യമായി നിൽക്കുള്ളൂ. കുറേ കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഇതിനകത്ത് ആക്ടിവേറ്റായി സെറ്റായി പോകും. പിന്നെ നമുക്ക് അതാവശ്യമില്ല, അതിന് മേലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പോവുക. പക്ഷെ സംഭവം സെയിം തന്നെ ഉണ്ടാവും. നമ്മുടെ ചിന്തകൾ, ഇപ്പോൾ നമ്മൾ ലക്ഷ്യത്തിനെ പറ്റിയാണ് സംസാരിക്കുന്നതെങ്കിൽ, ലക്ഷ്യങ്ങളെ പറ്റിയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, അടുത്ത തലത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കോടികളിലേക്ക് പോകും. എന്നാലും പ്രോസസ്സ് ഇത് തന്നെയാണ്, മാറില്ല. മാറിയാൽ നമ്മുടെ ബ്രെയിൻ ഡൈവേർട്ട് ചെയ്ത് പോകും, മറ്റൊരു സ്ഥലത്തേക്ക് പോകും, അതിന് സാധ്യത. അപ്പോൾ ഓക്കെ, ജയലക്ഷ്മി UAE നമ്പറാണോ കൊടുക്കുന്നത്? എനിവേ, അപ്പോൾ എങ്ങനെ മാനിഫെസ്റ്റേഷൻ നടത്താം ഫലപ്രദമായി? ഒന്നാമത്തെ കാര്യം, കൃത്യമായ ലക്ഷ്യമുണ്ടാക്കുക. കൃത്യമായ ലക്ഷ്യം വേണം, വാട്ട് യു വാണ്ട് ഇൻ ലൈഫ്. രണ്ടാമത്തത് അതായത് നമ്മൾ വിഷ്വലൈസേഷൻ ഉണ്ടാകിയേ പറ്റുള്ളൂ. ഇത് രണ്ടുമാണ് നമ്മുടെ 2020 മെഡിറ്റേഷൻ. മൂന്നാമത്തത്, അതിന് കൃത്യമായ ഭാവങ്ങളും രീതികളും ഉണ്ടാക്കുക. എന്താണ് ഭാവങ്ങൾ, രീതി എന്ന് വെച്ചാൽ എന്താണോ ആവേണ്ടത് അതിനൊരു സ്ട്രക്ചർ കൊടുക്കുക. ശില്പിയായാൽ മാത്രം പോരാ, നിർമ്മിക്കുക കൂടി വേണം എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെയാണ്. എന്താണ്, എവിടെയാണെന്ന് കൃത്യമായ ഭാവവും അതിൻ്റെ രീതികളും കൊടുക്കുക എന്ന് പറയുന്നു, അല്ലെങ്കിൽ ആചാരമാക്കി മാറ്റുക എന്ന് പറയും. നിത്യജീവിതത്തിൽ അത് ഭാഗമാക്കി മാറ്റി ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലൂടെ. നമ്മളൊന്ന് കാണിച്ചു തന്നല്ലേ, നമുക്ക് മണി വേണമെങ്കിൽ നമ്മൾ എൻ്റെ ബോക്സ് എടുത്തുകൊണ്ട്, എവിടുന്ന് മണി ഒരു ചെറിയ ബോളിൽ എത്ര കിട്ടി എന്ന് മാത്രം എഴുതിയിട്ട് ഇട്ട് വെക്കാൻ വേണ്ടി ഒരു ടെക്നിക്ക് പഠിപ്പിച്ചല്ലേ. ചെറിയ ചെറിയ മാറ്റമാണ്, പക്ഷേ വന്ന റിസൾട്ടുകൾ കണ്ടായിരുന്നു നിങ്ങൾ അതിന് ശേഷം? ഇവിടെ ആൾക്കാർ പറഞ്ഞതാണ് ഞാൻ അറിഞ്ഞത്. എല്ലാ ദിവസവും പൈസയാണ്, അതുവരെ പൈസ ഉണ്ടായിട്ടില്ലേ, പക്ഷെ അതിനുശേഷം എല്ലാ ദിവസവും പൈസയാണ്. ഇത് ഇവിടെ തന്നെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ നാലാമത്തെ കാര്യമാണ് ഫലപ്രദമായി ചെയ്യാനായിട്ട്, പുതിയ
അങ്കാരാധന, അങ്കണന എന്ന് പറയും. അതായത് പുതിയ സംഖ്യാശാസ്ത്രം നമ്മൾ പഠിച്ചില്ലേ മാജിക്കൽ നമ്പേഴ്സിനെ പറ്റി. ഈ മാജിക്കൽ നമ്പറുകൾ നമ്മൾ കാണാൻ തുടങ്ങും, അതിൽ വിശ്വസിക്കാൻ തുടങ്ങും. മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നതിന്റെ ആദ്യത്തെ ലക്ഷണം അതാണ്. പിന്നെ നമ്മുടെ വിശ്വാസം കൂട്ടാനുള്ള ദൈവ പ്രാർത്ഥനയോ ദൈവാരാധനയോ എന്താണെന്ന് വെച്ചാൽ അതും കൂടി പ്രകൃതിയുമായി കൂടുതൽ ചെലവഴിക്കുക, പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക. അതായത് യൂണിവേഴ്സുമായി കണക്ട് ചെയ്ത് നിന്നാൽ മാത്രമേ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുള്ളൂ. യൂണിവേഴ്സിലുള്ളതാണ് ഒന്ന്, പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവവുമുണ്ട്, ജ്ഞാനമുണ്ട്, മെഡിറ്റേഷൻ ഉണ്ട്, അതിനകത്ത് വരുന്ന കാര്യമാണ്. എല്ലാം കണങ്ങുമ്പോൾ മാത്രമാണ് നമുക്കത് സംഭവിക്കുക എന്നാണ്. ഇത് നമുക്ക് പ്രത്യക്ഷത്തിൽ ഉദാഹരണമുള്ള കാര്യങ്ങളാണ് ഇവിടെ ഒക്കെ സംഭവിക്കുന്നത്. ഇനി ഞാൻ കുറച്ച് ഫാസ്റ്റാ പോകുന്നത്, കാരണം നമ്മൾ സമയപരിമിതിയുണ്ട്. ഇനി മാനിഫെസ്റ്റേഷന്റെ പരിമിതികൾ എന്തൊക്കെയാണ്, എന്താണ് സംഭവിക്കുന്നത്, മാനിഫെസ്റ്റേഷൻ നടക്കാത്തൊരു സംഭവം എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, ആരെങ്കിലും ടൈപ്പ് ചെയ്ത് മാനിഫെസ്റ്റേഷന്റെ ഒന്നാമത്തെ പരിമിതി എന്താ? ടൈപ്പ് ചെയ്ത് നോക്കട്ടെ, എത്ര പേർക്ക് അറിയാം? ആരുമില്ല. യെസ്, പോരട്ടെ, എത്ര പേര് പറയാൻ പറ്റും? മാനിഫെസ്റ്റേഷൻ, യെസ്. ടൈമാണോ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ? ടൈം കിട്ടാത്തതാണല്ലേ? ടൈം കിട്ടാത്തതാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റാത്ത? അല്ല, അല്ല. പോരട്ടെ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൽ വിശ്വാസമില്ലായ്മയാണ്. ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം. ഒന്നാമത്തത് ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം. വ്യക്തിയുടെ ആത്മവിശ്വാസവും അല്ലെങ്കിൽ കൃത്യമായ അളവും ഇല്ലാത്തതാണ് ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം. ഇതാണ് മണി മാനിഫെസ്റ്റേഷനിൽ ഫസ്റ്റ് പഠിപ്പിക്കുന്ന ടോപ്പിക്ക്. ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റമാണ് നമ്മുടെ മണിയുടെ മിക്ക വിഷയങ്ങൾക്കും കാരണം. നമ്മുടെ മണി ബ്ലോക്സ് ഉണ്ടാവാനുള്ള പ്രധാന കാരണം ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റമാണ്. രണ്ടാമത്തെ എന്താണെന്നറിയോ? വൈരുദ്ധ്യമായ ചിന്തകൾ. തോട്ട്സുകൾ ഡിഫറെന്റ് ആണ്. ഇപ്പോൾ പറയുന്നു എനിക്കിന്നത് വേണം, 5 മിനിറ്റ് കഴിഞ്ഞ് ചോദിച്ചാൽ വേറെന്ന് പറയും. കുറച്ച് കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടും ഉണ്ടാവില്ല, മാറ്റി. ഇതാണ് രാവിലെ സാറിനോട് രാവിലെ ചോദിക്കും, സാറേ ഓരോ ദിവസവും ഇന്റൻഷൻ മാറ്റി എഴുതണോ? എന്താ ഇന്റൻഷൻ? ഓരോ ദിവസവും മാറ്റി എഴുതുന്നതാണ് ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ. അല്ല, എവിടുന്നോ സാറ് പറഞ്ഞു കേട്ടു ഇന്റൻഷൻ വേറെ മാറ്റി എഴുതിക്കൊള്ളു. ഇന്റൻഷൻ മാറ്റി എഴുതുന്ന സാധനമേ അല്ല. ലക്ഷ്യബോധം മാറുമോ? എന്നാ പിന്നെന്താ? ഓക്കെ, ഞാൻ എറണാകുളത്ത് പോവുകയാണെന്ന് പറഞ്ഞ് കാർ എടുത്തിട്ട് നേരെ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടു, എത്തി നിൽക്കുന്നത് കോഴിക്കോടാ. എന്ത് അറിയില്ല, ഇങ്ങോട്ട് ഓടിച്ചു, ഇങ്ങോട്ട് വന്നു. ഇത് ജീവിതത്തിൽ സംഭവിക്കുന്നല്ലേ? പക്ഷെ അവിടെ വണ്ടി ഓടിക്കുമ്പോൾ സംഭവിക്കില്ല അല്ലെ? ഇല്ലെങ്കിൽ ഗൂഗിൾ വെച്ചിട്ട് അങ്ങ് വെക്കളി. അപ്പോ ചിന്തകൾ വ്യത്യസ്തമായി സംഭവിച്ച് ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണമെന്നുണ്ട്. വൈരുദ്ധ്യകരമായ ചിന്തകൾ ഉണ്ടാവുന്നുണ്ട്. ഒരേ സമയം തന്നെ രണ്ട് വശത്ത് ചിന്തിക്കും. വേണോ വേണ്ടേ, കിട്ടണോ കിട്ടണ്ടേ, ഇതെനിക്ക് ലഭിക്കുമോ എന്ന് വെച്ചാൽ കിട്ടിയാലായിട്ടോ എന്ന് പറയുന്ന അവസ്ഥയാണെങ്കിൽ ലഭിക്കില്ല. കൃത്യമായിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം, പ്രവർത്തനമില്ല, നോ ആക്ഷൻ. ഒക്കെ ശരിയാണ്, എഴുതി വെച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, സാറേ ഒരു മിനിറ്റ് പുസ്തകം എടുത്ത് നോക്കട്ടെ, എന്താണെന്ന് എഴുതിയെന്ന് അറിയില്ല. then how do you take action? എഴുതിയത് എന്താണ്, എന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാത്തവരൊക്കെ എങ്ങനെ ആക്ഷൻ എടുക്കാൻ പറ്റുക? ആക്ഷൻ എടുക്കില്ലെന്നതിന്റെ അർത്ഥം അയാൾക്കത് അറിയില്ലെന്നല്ലേ? വളരെ ലളിതമാണ്. ഇതില്ലാത്തത് 3 കാരണങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ലിമിറ്റേഷൻ ഇല്ല. ഇതെല്ലാം മാത്രമേ ലിമിറ്റേഷനുള്ളൂ. എന്തുകൊണ്ട് പലർക്കും മാനിഫെസ്റ്റേഷൻ സാധ്യമാകുന്നില്ല? ആക്ഷൻ ഉണ്ടെങ്കിൽ റിസൾട്ട് ഉണ്ടായിരിക്കുന്ന 100% ഉണ്ടാവും. വിശ്വാസപൂർവ്വമുള്ള ആക്ഷൻ ഉണ്ടെങ്കിൽ 100% റിസൾട്ട് ഉണ്ടാവും. എന്തുകൊണ്ട് പലർക്കും മാനിഫെസ്റ്റേഷൻ സാധ്യമാകുന്നില്ല? ആർക്കെങ്കിലും ഒരു പോയിന്റ് പറയാൻ പറ്റുമോ? എന്തുകൊണ്ട് പലർക്കും മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നില്ല, സാധ്യമാകുന്നില്ല? ഒരൊറ്റ പോയിന്റ് നേരത്തെ പറഞ്ഞതാണ്, വീണ്ടും ആളത് പറഞ്ഞോളൂ. പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ മനസ്സൊരു വിസ്മയം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറയുന്നതും നമ്മൾ ജേണി ടു ഹാപ്പിനെസ്സിൽ ചർച്ച ചെയ്യുന്നതും, അത് ഞാൻ എല്ലാ മുഴുനീളം പരിപാടിയിൽ പറഞ്ഞ് ഈ ഒരു കാര്യമില്ലെങ്കിൽ ക്ലിയർ ആക്കി, ഇത് ഞാൻ വളരെ ഫോക്കസ് ചെയ്ത് കാലിക്കറ്റ് പ്രോഗ്രാമിൽ വളരെ ഫോക്കസ് ചെയ്യുന്നതും, കൊച്ചി പ്രോഗ്രാമിൽ അല്ല നമ്മുടെ ദുബായ് പ്രോഗ്രാമിൽ ഇത് മനസ്സിലാക്കി തരികയും ചെയ്യും. ഇന്നെന്ന കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ 10 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടോ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യില്ല. അതിന് പറയുന്ന പേരെന്താണ്? 10 കാര്യങ്ങളുണ്ടോ?
നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യില്ല. വിശ്വാസം ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ഈ സാധനം ഉണ്ടെങ്കിൽ ഇത് പുറത്തോട്ട് വരില്ല. അല്ല, ക്ലാരിറ്റി അല്ല, മനസ്സിന്റെ ചാഞ്ചാട്ടമല്ല. ഇതൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ പങ്കെടുക്കാത്ത എൻ്റെ ക്ലാസ്സിൽ നിന്ന് കുട്ടികൾ പറയുന്നുണ്ടോ? കൃത്യമായി ജേണി ടു ഹാപ്പിനെസ് പങ്കെടുക്കുന്ന കുട്ടികൾ പറയും, സാറേ ഇന്നതായിരുന്നു, അത് ഞാൻ മാറ്റിയപ്പോഴേ എല്ലാ ഭാഗത്തും 100% ആണ്. മനസ്സിലെ മാലിന്യങ്ങൾ, ഇംപ്യൂരിറ്റീസ് മാറ്റുമ്പോൾ എല്ലാ ഭാഗത്തും 100% റിസൾട്ട് കിട്ടുന്ന ആൾക്കാരെയാണ് ഇവിടെ പലരും പറയുന്നത്. മാലിന്യങ്ങളെ മാറ്റണം. എവിടെയാണ്? മനസ്സിലും ശരീരത്തിലും മൊത്തം മാലിന്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് മാലിന്യങ്ങൾ ഞാനിപ്പോൾ പറയുന്നില്ല. ജേണി ടു ഹാപ്പിനെസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. ഇത് മാറ്റാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഒന്നും വർക്ക് ചെയ്യുമെന്ന് കരുതരുത്. കാരണം അത്രയും സ്ട്രോങ് ആയ സാധനമാണ് ഈ സാധനം. ഒന്നാമത്തെ കാര്യം ഇതാണ്. അത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം പറഞ്ഞു. കാരണം നിങ്ങളറിയാലോ, ഒഴുകുന്ന വെള്ളത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ ഉണ്ടാകുന്നു. ഒഴുക്കുണ്ടാകുമോ? ഒരിക്കലും സാധ്യമാകില്ല. ആ ഒഴുക്ക് എടുത്തു കളഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. ഈ ഒഴുക്കിനെ തടഞ്ഞു നിർത്തുന്ന മാലിന്യങ്ങൾ ആദ്യം എടുത്തു കളയണം. അതിനാണ് ജേണി ടു ഹാപ്പിനെസ് മുഴുവൻ പഠിപ്പിക്കുന്ന ഈ ഹാപ്പിനെസ് മാസ്റ്ററി ഹബിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ഈ 10 കാര്യങ്ങൾ എടുത്തു കളയുക. ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങളോട് പറയാൻ പറ്റുന്നത് ആ മാലിന്യങ്ങൾ എടുത്തു കളഞ്ഞുകൊണ്ടാണ്. അത് നിങ്ങൾ ആര് വന്ന് പറഞ്ഞാലും എനിക്കതിനകത്ത് ഒരു അൺകണ്ടീഷണലായിട്ട് നിങ്ങളെല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്നതും ഈ മാലിന്യങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ. ഒരു കണ്ടീഷനിൽ. അതാണെന്നോ പെണ്ണെന്നോ കുഞ്ഞെന്നോ അച്ഛനെന്നോ വലിയച്ഛനെന്നോ വൃത്തപ്പനെന്നോ അല്ലെങ്കിൽ 90 വയസ്സായെന്നോ 2 വയസ്സായ കുട്ടിയാണെന്നോ ഒരു വ്യത്യാസമില്ല. എല്ലാവരെയും സമഭാവനയിലൂടെ നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ മാലിന്യങ്ങൾ ഉണ്ടാവരുത്. മാലിന്യങ്ങൾ ഇല്ലാതിരിക്കും. ഇതൊക്കെ അത്രയും ഡീപ്പായിട്ടുള്ള കോൺസെപ്റ്റാണ് ഈ 10 കാര്യങ്ങൾ റിമൂവ് ചെയ്യുക. അത് ജേണി ടു ഹാപ്പിനെസ് പഠിച്ച് കഴിഞ്ഞവർക്ക് തിരിച്ചറിഞ്ഞു. പിന്നെ മാറ്റത്തിന് തുറക്കുക ഒന്നും ചെയ്യാനില്ല. അവർ വളരെ കൃത്യം. ബാക്കിയെല്ലാം പിന്നെ എല്ലാം ഈ പറയുന്ന പ്രാക്ടീസുകളൊക്കെ അതിൽ നിന്നും കൂടുതൽ കൂടുതൽ ബെറ്റർ ആക്കാനുള്ളതാണ്. ഞാൻ 5 or 6 വർഷം ഇരുന്ന് പഠിച്ച സംഭവമാണ്. എൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ദൈവം നമുക്ക് വഴി കാണിച്ചു തന്നതാ. പൊക്കോ, ഇതിലെയാണ് നിന്റെ വഴി. മുമ്പ് ഏതൊക്കെയോ വഴിയിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട് കൃത്യമായിട്ട്. അതുകൊണ്ട് ഇത് പഠിക്കാൻ താല്പര്യമുണ്ടോ, കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടോ, ഇതിൽ തന്നെ തുടരുക. നിങ്ങൾ കുറച്ചും കൂടി ഓപ്പണായിട്ട് ഫാസ്റ്റായിട്ട് ദുബായ് പ്രോഗ്രാമിൽ പറഞ്ഞു തരാം. നിങ്ങൾ തൊട്ട് കാണിച്ചു തരാം. സുഹൃത്തെ, ഇതാണ് നിങ്ങളുടെ വിഷയം. 2 മിനിറ്റിനോട് സംസാരിച്ചാൽ മതി. തൊട്ട് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ തൊട്ട് പറഞ്ഞു തരാം. ഇതാണ് സുഹൃത്തെ നിങ്ങളുടെ വിഷയം. ഇതൊന്ന് ഫോക്കസ് ചെയ്തോളൂ, ഇതിനെടുത്ത് കളഞ്ഞോളൂ, മാറിയിരിക്കുമെന്ന് കൃത്യമായി പറഞ്ഞു തരാം. നമ്മുടെ 1-to-1 സെഷനിൽ വന്നവർക്കൊക്കെ അനുഭവമുള്ളതാണ് അല്ലേ? ഒന്നും കണ്ടീഷനില്ലാതെ പറഞ്ഞിട്ട് ഇന്നതാണ് നിങ്ങളുടെ വിഷയം, ഇതൊന്ന് മാറ്റിക്കളഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കി വന്നവരിപ്പോൾ ഇന്നലെയൊക്കെ വോയിസ് മെസ്സേജ്, സാറേ ജീവിതത്തിൽ മാറിയ മാറ്റം, ഞാനാണ് മാറണമെന്ന് കരുതിയിരിക്കുന്നത്, പക്ഷെ മാറിയത് മുഴുവൻ എൻ്റെ ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് ഇങ്ങനെയൊക്കെ മാറിക്കളയുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എത്രയോ ആൾക്കാരുണ്ട്. ഹസ്ബൻഡ് വന്നിട്ടേ ഇല്ല. നമ്മളിവിടെ മാറ്റം തുടങ്ങിയപ്പോൾ ഹസ്ബൻഡിലാണ് കംപ്ലീറ്റ് കണ്ടത്. അവിടെയാണ് ഇത്ര ആൾക്കാരുണ്ടെന്ന് പറയും പറഞ്ഞ് സന്തോഷമാണ് അത് കേൾക്കുന്നത്. അപ്പോൾ മാലിന്യങ്ങൾ അത്രയും ഇതാണ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് എന്താണ് വീണ്ടും പറയുന്നത്, ആത്മവിശ്വാസമില്ലായ്മ. ഇത് ലിമിറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ. ഇതിന് ആത്മവിശ്വാസം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. പിന്നെന്താണ്, വേറൊരു സാധനമുണ്ട്, ഇങ്ങനെയൊക്കെ ഇത് സംഭവിക്കും കേട്ടോ, എനിക്കത് അറിയാമെന്നേ. എല്ലാത്തിനും ഉണ്ടല്ലേ. ഞാൻ ഇന്നൊരാൾ പറഞ്ഞാണ് എല്ലാ സംഭവം പറ്റി സാറേ, പക്ഷെ ഞാൻ മാറില്ല കേട്ടോ, എനിക്ക് ഒരു മാറ്റം ഉണ്ടല്ലോ. എന്ത്? എൻ്റെ വിധി അതാണ്. ആരാണ് ഈ വിധി? എന്താണ് ഈ വിധി? ജനിച്ചെന്ന് മുതൽ എനിക്ക് കഷ്ടപ്പാടാം. പിന്നെ ജനിച്ചെന്ന് കൂടി കഷ്ടപ്പാടുണ്ടെങ്കിൽ ശരിക്കും ആ ജനിച്ച അന്ന് മുതൽ എങ്ങനെ കഷ്ടപ്പാടുണ്ടാവാനാണ്? അറിയുന്ന കാലം മുതൽ കഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ ഓക്കെ. എനിക്കറിയുന്ന കാലം മുതൽ കഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാം. അപ്പോഴേ നമുക്ക് തിരിച്ചത്. ജനിച്ചത് മുതൽ കഷ്ടപ്പെടാൻ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഒരു ബോധം വന്നപ്പോഴല്ലേ. അപ്പോഴേ നമ്മൾ ഇരുത്തി പറഞ്ഞു, അന്ന് മുതൽ എൻ്റെ കഷ്ടകാലം അല്ലേ? എങ്ങനെയല്ലേ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇതെല്ലാം മനസ്സിനെ പാകപ്പെടുത്തുന്നത് സാധ്യമാണ്. കൂടുതൽ സമയം തിരിക്കുന്നില്ല. ഇത് കുറച്ചും കൂടി സബ്ജക്റ്റാണ്. ഇനി ഒരു ദിവസം കൂടുതൽ വിശദമായിട്ട് എടുക്കാം. വേണമെങ്കിൽ ഇത് കൃത്യമായി നിങ്ങൾക്ക് നമ്മുടെ ലൈവ് സെഷൻ പറഞ്ഞു തരാം. അവിടെ 2020 ഇതേപോലെ 2020 മെഡിറ്റേഷനും കൂടി സെറ്റ് ചെയ്തിട്ട് മാത്രമേ ദുബായ് പ്രോഗ്രാം കഴിഞ്ഞ് നിങ്ങൾ വിടുള്ളൂ. അത് ചിലപ്പോൾ 5 മണിയായാലും 5:30 മണിയായാലും, ഞാൻ ഇന്ന് ഹോട്ടലിൽ ബുക്ക് ചെയ്യുമ്പോൾ അവരോട് പറഞ്ഞു, ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താലും സഹിച്ചേക്കണം. കാരണം ഒരു മെഡിറ്റേഷൻ ഉണ്ട്, അത് ലാസ്റ്റ് ചെയ്തിട്ട് മാത്രമേ വിടുള്ളൂ. കാരണം ഇത്രയും സമയം കൊണ്ട് നിങ്ങളെ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യിപ്പിക്കും, അത് ഞാൻ വിഷ്വലൈസ് ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പുറത്തിറങ്ങുമ്പോൾ കംപ്ലീറ്റ് പാക്കഡ് ആയിട്ടൊരു പുസ്തകം എടുത്തിട്ടായിരിക്കും പോവുക. അത് അപ്ലൈ ചെയ്താൽ മതി ജീവിതത്തിൽ. നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം
അതിനുശേഷം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇന്നൊക്കെ കൊച്ചി പ്രോഗ്രാം കഴിഞ്ഞ ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ തോന്നും ഇത്രയും സമയം കൊണ്ട് അത്രയൊക്കെ മാറ്റപ്പെടുത്താൻ പറ്റിയല്ലോ. ഞാനൊക്കെ 6-7 വർഷത്തെ പ്രോസസ്സിലൂടെയാണ് ഇങ്ങനെ മാറി വന്നത്. പക്ഷെ അത് ഇത്രയും ലളിതമാക്കി ഷോർട്ട് ചെയ്ത് വന്നിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാരണം സമയമില്ല ഇന്നത്തെ കാലത്തല്ലേ, എപ്പോഴും തിരക്കാണ്. അപ്പം അതിന് പറ്റുന്ന രീതിയിൽ നമുക്ക് പാകപ്പെടുത്തിയെടുക്കണം. അത് വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ജീവിതം മാറ്റമുണ്ടാവണം എങ്കിൽ ഒരു കാര്യം കണ്ടീഷനാണ്, എനിക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. നിങ്ങളുടെ മനസ്സിനകത്ത് കയറി നിന്നിട്ട് മാന്തിപ്പറിച്ചല്ലേ, വേരോടെ മാന്തിപ്പറിക്കാൻ പറ്റില്ല, സമയം ഉണ്ടാവില്ല അത്രയും. ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ആ വേരിനെയൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി നല്ല പ്ലാന്റ് അവിടെ നട്ട് വളർത്താൻ ഇപ്പോഴും തുടർന്ന് ക്ലാസ്സുകൾ ഉണ്ടാവും, അതിലൊക്കെ പങ്കെടുത്തുകൊണ്ട് നടക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് പലർക്കും എത്ര ശ്രമിച്ചിട്ടും ആഗ്രഹങ്ങൾ ലഭിക്കാത്തത്? ഒന്നാമത്തെ കാര്യം ഒന്നുമല്ല, സിമ്പിളാണ്. നിങ്ങളുടെ ലക്ഷ്യം ക്ലാരിറ്റി ഇല്ലായ്മയാണ്, ലക്ഷ്യത്തിന് വ്യക്തതയില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കാത്തിരിക്കാൻ തയ്യാറല്ല. വെയിറ്റിംഗ് നോ മോർ, ഐ കനോട്ട് വെയിറ്റ് എന്ന കോൺസെപ്റ്റുള്ള ആൾക്കാർക്ക് ലക്ഷ്യമില്ല. കാരണം എല്ലാത്തിനും അതിൻ്റെ സമയവും സന്ദർഭവും ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാൻ നിൽക്കാൻ തയ്യാറാണ്. അതിന് പറയുന്ന പേരാണ് ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്ന പ്രോസസ്സ്. വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ഇപ്പോൾ എനിക്ക് വേണം, എനിക്ക് ശമ്പളം കിട്ടിയില്ല, നാളെ രാവിലെ കിട്ടിയാലേ പറ്റുള്ളൂ, വൈകിട്ടാവാൻ പറ്റില്ല, എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശമ്പളം കിട്ടും, അങ്ങനെ വിചാരിച്ചാൽ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യില്ല. കാരണം അതിൻ്റെതായ അതിന് പറയുന്ന പേരാണ് നമ്മുടെ ഊർജവും മറ്റു ഊർജവും, ഈ വേണ്ട ഊർജവും തമ്മിൽ കണക്ട് ആവാനുള്ള സമയമുണ്ടാവും. അതിനകത്ത് നോക്കാം. അതാണ് പറ്റും. രണ്ടാമത്, പ്രവൃത്തികളെല്ലാം നിർബന്ധിതമാക്കി മാറ്റുന്നു. ഞാൻ പണ്ട് നമ്മളിപ്പോഴെല്ലാം ഉണ്ടാവട്ടെ, ഞാൻ എൻ്റെ ഒരു കാര്യം പറയാണ്. പരീക്ഷയ്ക്ക് എഴുതി എല്ലാം കഴിഞ്ഞു, റിസൾട്ട് വരികയാണ്. റിസൾട്ട് വരുന്നതിന് തരസം അല്ലേ, കുറേ ആൾക്കാരുണ്ടാവും അതിനകത്ത്. അന്ന് രാവിലെ ഓടിപ്പോയിട്ട്, ഞങ്ങളിവിടെ കുളിയെന്ന് പറയും, കുളിയന് കലശം വെക്കുക എന്ന് പറയും. കുളിയന് ഇത് എടുക്കുക, കള്ളും മറ്റൊക്കെ കൊടുക്കുന്ന ഒരു പരിപാടി, കുളിയനൊരു കലശം. എന്താ അറിയോ, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ജയിപ്പിച്ച് തരണേ എന്ന് പറഞ്ഞു. പിന്നെ പരീക്ഷ എഴുതി, അത് പേപ്പർ കൊണ്ടുപോയി വാല്യുവേഷൻ ചെയ്ത് എല്ലാം ടോട്ടൽ ചെയ്ത് തിരുവനന്തപുരത്തേക്ക് അയച്ച് ടോട്ടൽ ചെയ്ത് അവിടെ നിന്ന് പബ്ലിഷ് ചെയ്ത് വരേണ്ട സാധനത്തിനെയാണ് കുളിയൻ പോയിട്ട് മാറ്റുന്നത്, റിസൾട്ട് മാറ്റുക. എന്നാ പിന്നെ എത്രയായി സംഭവം, എന്നാ പിന്നെ നടക്കൂലേ? അപ്പൊ നിർബന്ധമാണ്, പറ്റിയേ പറ്റും, വേറെ ഒന്നും ഓപ്ഷനില്ല. നീ അത് ചെയ്താൽ ഞാനിത് നിനക്ക് ചെയ്തു തരാം. ദൈവത്തോടെ കണ്ടീഷനാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ എന്നോട് പറഞ്ഞു, സാറേ ഞാനിപ്പോൾ പ്രാർത്ഥനയൊക്കെ നിർത്തിയിട്ടു. അതെന്ത്? ഞാൻ പ്രാർത്ഥിച്ച ഒന്നും ലഭിച്ചില്ല, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥന നിർത്തി. ആരോടെ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തോട്. എന്നിട്ടെന്താ? എൻ്റെ ഒന്നും നടക്കുന്നില്ല, ആരാ നടത്തേണ്ടത്? അത് ദൈവമല്ലേ തരേണ്ടത്. ഓക്കെ, എന്നിട്ട് പുള്ളിയോട് ചോദിച്ചു, ഉടക്കി, പുള്ളിയുമായി അടിച്ച് പിരിஞ்சു പോച്ച്. ദൈവമായിട്ട് നമ്മൾ, എൻ്റെ കാര്യം നടക്കാത്തതുകൊണ്ട് ഞാൻ ദൈവമായിട്ട് അടിച്ച് പിരിஞ்சു. അല്ലേ? ഇതല്ലേ നമ്മൾ ചെയ്യുന്നത്? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്? അപ്പോൾ ഇത് വളരെ അനാവശ്യമായി നമ്മൾ ചിന്തിക്കും, എനിക്ക് കിട്ടണം, എനിക്ക് കിട്ടണം, എനിക്ക് കിട്ടണം. അപ്പോൾ മറ്റവനോ? അവനും ഇല്ലേ സ്പേസ്, അവനും ഇല്ലേ. അപ്പോൾ ആരെ എനർജിയാ കൂടുതൽ? എവിടെയാണോ ഒരു കാന്തത്തിൽ വർക്ക് ചെയ്യുന്നത്, എവിടെയാണോ കാന്തത്തിൽ ശക്തി കൂടുതലുള്ളത്, അവിടേക്കാണ് സാധനം വരുന്നത്. നമ്മൾ കണ്ടീഷൻ വെക്കുക എന്നതിൻ്റെ അർത്ഥം കാന്തത്തിന് ശക്തി കുറയ്ക്കുക എന്നുള്ളതാണ്. അതാണ് എനർജിയുടെ ഏറ്റവും പ്രധാനമായ ഘടകം. അപ്പോൾ കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ എനർജി, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾക്കൊരു, ഞാൻ എപ്പോഴും പറയാണ്ടല്ലേ, ഒരു 10 പേരെടുത്തൊരു കൊച്ചു കുഞ്ഞു വന്നാൽ ആരെടുത്തേക്കായിരിക്കും ആ കൊച്ചു കുഞ്ഞു ഓടിപ്പോവുക? ഏറ്റവും സന്തോഷകരമായി ചിരിച്ച് കളിച്ചുകൊണ്ട് ആരെവിടെ നിൽക്കുന്നു അവരുടെ ആ കൊച്ചു ഓടി വരിക. ഘനഗംഭീരം, ഈ കൊച്ചൻ്റെ അടുത്ത് തന്നെ വരട്ടെ എന്ന് പറഞ്ഞ് പിടിക്കുന്ന ആളടുത്ത് പോവോ? ഒരിക്കലും പോവില്ല കൊച്ച്. അതിനെ കുറച്ച് കളിക്കാനും ചിരിക്കാനും പറ്റുന്ന ഒരാളെ കണ്ടാൽ, നല്ല സൗമ്യനായി ചിരിക്കുന്ന ഒരു മുഖത്തെ കണ്ടാൽ കൊച്ചു പോവും. ഇത് തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ? ഇല്ലല്ല, ഞാൻ എഴുതി വെച്ചു, ഞാൻ ഇത് ചെയ്തു, ഞാൻ പ്രാക്ടീസ് ചെയ്തു, സാറേ എന്നിട്ട് എനിക്ക് ലഭിക്കുന്നില്ല. എന്താ? നമ്മൾ ഒരു ചിരിക്കാനോ അതിനൊന്ന് ഉൾക്കൊള്ളാനോ തയ്യാറാവുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ ഇത്രയും മതിയല്ലേ? ബാക്കിയും കൂടി കുറേ കാര്യങ്ങൾ എങ്ങനെ സാധ്യമാകുമെന്നൊക്കെ നമുക്ക് വിശദമായി ക്ലാസ്സുകളിൽ പഠിക്കേണ്ടി വരും. കാരണം ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ടതാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമെന്ന് മനസ്സിലാക്കുക. ഓരോ ആൾക്കാരും, നമ്മൾ നേരിട്ട് ക്ലാസ്സുകൾ വളരെ കുറവാണ്, എല്ലാ ദിവസവും നമ്മൾ സൂമിൽ കൂടുന്നുണ്ട്. പക്ഷെ നേരിട്ടുണ്ടാകുന്ന ക്ലാസ്സിൻ്റെ അനുഭവങ്ങളൊന്നും സൂമിൽ ഒരിക്കലും കിട്ടില്ല. നിങ്ങൾ ഓരോ ആളുടെയും ഇടയിൽ നിന്നുകൊണ്ട് ഹലോ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കണമെങ്കിൽ ലൈവ് സെഷൻ തന്നെ വേണം. നിങ്ങളുടെ മുഖത്തോട് മുഖം കണ്ടിട്ട്
ഈ മുഖത്ത് ഇന്ന സാധനമാണല്ലോ കുറവ് എന്ന് പറയണമെങ്കിൽ ലൈവ് തന്നെ വേണം. ഇവിടെ ഇങ്ങനൊരു മാറ്റം വരുത്തണല്ലേ നിങ്ങളുടെ ആവശ്യമെന്ന് ക്വിക്കായിട്ട് പറഞ്ഞു തരണമെങ്കിൽ ലൈവ് തന്നെ വേണം. അപ്പോൾ മാത്രമേ സാധ്യമാകൂ. അങ്ങനെ ലൈവുകൾ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ എനർജി കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. കൊച്ചി പ്രോഗ്രാമിൽ വന്നവർ ആര് എപ്പോൾ വിളിച്ച് സംസാരിച്ചാലും അവർ ഏത് എനർജി ലെവലിലാണുള്ളത്, അവർ ഏത് എനർജി ലെവലിലേക്കാണ് പോകുന്നതെന്നും കൃത്യമായി പറയാൻ പറ്റും. കാരണം കൊച്ചി പ്രോഗ്രാം ഓരോ ആളുടെയും അടുത്ത് നിന്നുകൊണ്ട് സ്പർശന അകലത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കിയത് കൊണ്ട് രാധമ്മ എന്ത് ചിന്തിക്കുന്നു, എന്താ പറയാൻ പോകുന്നത്, സുധാരേട്ടൻ്റെ അവസ്ഥ എന്താണെന്നും എന്താണ് സുധാരേട്ടൻ ചെയ്യാൻ പോകുന്നു, എന്താണ് ബാബുവിൻ്റെ ലക്ഷ്യമെന്നും ബാബു ഇനി എങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ കൃത്യമായി ബാബു സാറേ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബാബു എന്തായി പരിപാടി, എത്ര എത്തി എന്ന് പറയാം. ഗിരിജ എന്താണ് ഇന്ന് ഉദ്ദേശിക്കുന്നതെന്നും കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഫേസ് ടു ഫേസ് തന്നെ വേണം. മറ്റതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ജപ്പാനിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് മേരിയെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, സമയമെടുക്കും. മേരിയോട് ദുബായിലേക്ക് വരാൻ പറഞ്ഞിട്ട് ദുബായി വന്നാൽ മേരിയെ ദുബായിൽ കണ്ടിട്ട് കാണാം. അങ്ങനെ ഓരോ ആളെയും കൃത്യമായി നമുക്ക് കണ്ട് മനസ്സിലാക്കണമെങ്കിൽ രാധിക എഴുന്നേറ്റിരിക്കുമ്പോൾ മനസ്സിലാവും എന്താണ് രാധിക പറയാൻ പോകുന്നത്, രാധികയുടെ എനർജി എത്രത്തോളം അപ്പ് ചെയ്ത് വരുന്നുണ്ട്, അപ്പൊ സന്തോഷം എത്രത്തോളം സന്തോഷം ഉണ്ടാകുമെന്ന് അവിടെ ഇരുന്ന് കണ്ടല്ലേ. ഷീല മാം എങ്ങനെയായിരുന്നു, അതൊക്കെ നമുക്ക് ലൈവാണ് കിട്ടുന്നത്. ഇത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ബിജി ഏത് രീതിയിലേക്ക് മാറി എന്നൊക്കെ നമുക്ക് ഓരോ ദിവസം മനസ്സിലാക്കാൻ ലൈവ് സെഷൻ തന്നെ വേണം. അതുകൊണ്ടാണ് ഇത്രയും കാര്യമായിട്ട് ലൈവ് സെഷൻ ആവശ്യം വരുന്നത്. പക്ഷെ 100% അല്ലെ, ഞാൻ പറയേണ്ട ആവശ്യമില്ല, റിസൾട്ടുകൾ നിങ്ങളിലാണ് അനുഭവിച്ചത്. കൊച്ചി പ്രോഗ്രാമിന് ശേഷം നിങ്ങൾക്ക് എത്ര പേർക്ക് എന്തൊക്കെ മാറ്റം ഉണ്ടായെന്ന് നിങ്ങൾക്ക് തന്നെ സാക്ഷ്യപ്പെടുത്തിയാണ്. പറ്റുമെങ്കിൽ നാളെ നിങ്ങളൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് ഇട്ടോളൂ. കാരണം പലർക്കും ആവശ്യമുള്ള വോയിസ് എല്ലാം നമുക്ക്, കാരണം അത്രയും കപ്പാസിറ്റി നിൽക്കുന്നുണ്ട്. വീഡിയോന്റെ മുമ്പിൽ വന്ന് സംസാരിക്കേണ്ട അടുത്തേക്ക് തന്നെ നിങ്ങൾ ഒരു പ്രോഗ്രാം കൊണ്ട് എത്തിയെങ്കിൽ 3-4 പ്രോഗ്രാം കൊണ്ട് എന്തായിരിക്കും. അപ്പോൾ ഇപ്പൊ ശില്പ ആലോചിക്കുന്നുണ്ട്, എനിക്ക് മാത്രമാണല്ലോ മിസ്സായി പോയതെന്ന്. ആയിട്ടില്ല കുട്ടി, സമയമായില്ല. അതുകൊണ്ടാണ്. സമയം വരട്ടെ, വരും, എത്തും അല്ലേ. ഇത് കൃത്യമായി വരും. ബാംഗ്ലൂരിലേക്ക് വരാൻ സമയമാകുമ്പോൾ സ്മിതക്കും പങ്കെടുക്കാം, ഇല്ലെങ്കിൽ സ്മിതക്കും യോഗമില്ല. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ദുബായിലും UAE-യിലൊക്കെ ഉള്ളവർ എങ്ങനെയെങ്കിലും ഒരു ദിവസം സമയം ഉണ്ടാക്കുക, ഈ സന്ദർഭം ഉപയോഗിക്കുക. കൊല്ലത്തോ നിങ്ങൾ എറണാകുളത്തോ എവിടെ വേണം വെച്ചോ ഞാൻ വരാം. പക്ഷെ കൊല്ലത്തേക്ക് ആൾക്കാർ വേണം, എന്നെ കൊണ്ട് ആൾക്കാരെ കൂട്ടിയെ കൂടില്ല. ഞാൻ വരാൻ തയ്യാറാണ്. എനിക്ക് വരുന്നവയ്ക്ക്, അല്ലെങ്കിൽ കൊല്ലത്തേക്കൊക്കെ വന്നിട്ട് ഞാൻ ഇവിടുന്ന് UAE-ന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് കൊല്ലത്തേക്ക് വന്നു കഴിഞ്ഞാലൊന്നും മുതലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ടിക്കറ്റ് തന്നെ 1,00,000-ന് മുകളിൽ കൊടുക്കണം കേട്ടോ. അപ്പൊ ആൾക്കാർ നിങ്ങൾ കൂട്ടിക്കോളൂ. നമുക്ക് ഹാപ്പിനെസ് മാസ്റ്റർ ഇങ്ങനെ വളർന്നു വരുമ്പോൾ എല്ലായിടത്തും, ലോകത്ത് എല്ലായിടത്തും നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ എല്ലാ ആൾക്കാരുമായിട്ട് എല്ലാവർക്കും നമുക്ക് സല്ലപിക്കാൻ പറ്റും, അവരോടായിട്ട് ബന്ധപ്പെടാൻ പറ്റും. ഇപ്പോൾ USA എന്നൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്, ജർമ്മനിയിൽ നിന്നുണ്ട്, ഇറ്റലിയിൽ നിന്നുണ്ട്, ഫ്രാൻസിൽ നിന്നും ഉണ്ട്, ഉസ്ബെക്കിസ്ഥാനിൽ നിന്നുണ്ട്, മാലിദ്വീപ്സിൽ നിന്നുണ്ട്, അങ്ങനെ എല്ലായിടത്തും ഉണ്ട്, ലക്ഷദ്വീപിൽ നിന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഭാഗത്തു നിന്ന് ആൾക്കാരുണ്ട്. അവിടെയൊക്കെ വലിയ വലിയ കമ്മ്യൂണിറ്റിയായി മാറുമ്പോൾ നമുക്ക് എല്ലായിടത്തും വരാം, പങ്കെടുക്കാം, കേൾക്കാം അല്ലേ. അപ്പൊ ഇത്രയും പോരെ, ഏകദേശം മനസ്സിലായല്ലോ. അപ്പൊ എല്ലാവരും വരിക, നേരിട്ട് പണി സംഘടിപ്പിക്കുക. മാനിഫെസ്റ്റേഷൻ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന മെഡിറ്റേഷൻ സമയമായി, നമുക്ക് പോകണം. മെഡിറ്റേഷൻ നിങ്ങൾ കൂടുതൽ 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 പ്രാക്ടീസിലൂടെ ഇപ്പോൾ നടക്കുന്ന മെഡിറ്റേഷന്റെ പ്രത്യേകത ഒറ്റയടിക്ക് മിറാക്കിൾ നടക്കുന്ന മെഡിറ്റേഷൻസ് അല്ല. പക്ഷെ ഇത് ഇപ്പോൾ നടക്കുന്ന മെഡിറ്റേഷൻ നിങ്ങളെ സൂക്ഷ്മ തലത്തിലുള്ള ചേഞ്ചസ് ആണ് വരുത്തുക, അതിസൂക്ഷ്മമായ ചേഞ്ചസ് ആണ് വരുത്തുക. ചിലവർക്ക് പെട്ടെന്ന് റിസൾട്ടുകൾ കാണും, മറ്റു ചിലർക്ക് പതുക്കെ പതുക്കെ വന്ന്, പക്ഷെ വന്നു കഴിഞ്ഞാൽ അത് 1.5 വരവായിരിക്കും. കാരണം ഈ മെഡിറ്റേഷനിൽ നമ്മൾ ടച്ച് ചെയ്യുന്നത് നമ്മുടെ എലിമെന്റ്സിനെയും അതോടൊപ്പം ചക്രാസിനെയുമാണ്. ചക്രാസ് ആക്ടിവേറ്റ് ആയി എടുക്കാൻ സമയമെടുക്കും. എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടിപൊളി ബാലൻസിങ് ആയിരിക്കും. എല്ലാ കാര്യങ്ങൾക്കും വളരെ പക്വതയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മുടെ ശരീരവും മനസ്സും മനോമയമായ ചിന്തകൾ മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഇതാണ് അതിൽ ചെയ്യുന്നത്. അതുകൊണ്ട് 1 ഡേ മിറാക്കിൾസ് അല്ല, അതിന് 1 ഡേ മിറാക്കിൾസിന്റെ ആയിരുന്നു 2020. അത് മിറാക്കിൾ തന്നെയായിരുന്നു. ഇതിൽ 7 ഡേയ്സിൽ മിറാക്കിൾ സ്ലോലി ആണ്. ഇത് സെറ്റായി കഴിഞ്ഞാൽ മെഡിറ്റേഷൻ സെറ്റായി, പിന്നെയുള്ള ആക്ഷൻ ഇതാണ് നമുക്ക് ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുന്നതാക്കാൻ. ലക്ഷ്യം സെറ്റ് ചെയ്തവർക്കൊക്കെ റിസൾട്ടുകൾ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഇംപ്യൂരിറ്റീസ് ഒഴിവാക്കുക, ക്ലിയർ ആക്കുക, മുമ്പിലോട്ട് യാത്ര ചെയ്യുക എന്ന് മാത്രം ഓർമ്മിച്ചു ഇന്നത്തെ സെഷൻ നമുക്കൂടെ അല്ലേ വൈൻഡപ്പ് ചെയ്യാം.
എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you, sir. Thank you, sir. Thank you, sir. Thank you very much. Thank you. അനുഗ്രഹം കാണും. Thank you, sir. Thank you, universe. അസുഖം